ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം വിച്ഛിന്നാഭിഷേകം. അന്നേരമാദ്യത്തിനു മുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും. എന്തൊരു മൂലം മദീനെന്തു മാനസേ. ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകമ്പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭവ ഭൂപതി രാജരാജേന്ദ്രപ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകന്നോടെന്ന് കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെത്തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാഗര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജാവചനമാകർണ്യാജ്ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമാവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപാലൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു
സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവീനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കീലളൂതിനി താതനു ദുഃഖാനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമൊന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. ചിത്തഹിതം നൃപാതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. 2 വരം മമാദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാം. നിന്നാലെ സാധ്യമായുള്ളോന്നതു 2 ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നാതറിയുക നീ. മാതൃവചനശൂലാഭീഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പനില്ല സംശയം. മാനസേ ഖേദം മതീനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യം എന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പാനറിയുക നീ. പാവഗന്ധങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചിറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യം അനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്ര നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. യുദ്ധമെല്ലാം പരിജ്ഞാനം മയാധുന. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു 2 വരാം. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയിയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം രാമനു ഭരതനു ചെയ്യണം 2 വരം. പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതോ ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൽ ഇന്നതീനെന്തൊരു വൈഷമ്യമായതു. ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകാവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന
കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരവും തൃപ്തനാക്കിയിടിനാൻ താതന്നു തന്നെ. യൗവനം നൽകി ജരാമരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ. ദുഃഖിപ്പതിന്നില്ലവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായതു കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിന്നേതുമകപ്പെടാ. അല്ലായിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുധേ രാഘവ. പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വിർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലാണ് നാം ഉള്ളത്. അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേക ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോപ്പുകളും തയ്യാറാക്കി വെച്ച് വളരെ സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയും അവിടെ വെച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രജകൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പട്ടാഭിഷേകം കാണാനുള്ള ആ ഒരു തയ്യാറെടുപ്പോടുകൂടി പ്രഭാതമാകുവാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുന്ന ആ സമയത്താണ് സുമന്ത്രർ രാജാവിനെ അന്വേഷിച്ചുകൊണ്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. തുടർന്ന ഭാഗം നമുക്ക് നോക്കാം. അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറപ്പുണർന്നിയിൽ നിന്നും. എന്തൊരു മൂലം അതിനെന്ന് മാനസേ ചിന്തിച്ച് മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പൊക്കാൻ അതിദ്രുതം. ആ സമയത്ത് സൂര്യൻ ഉദിച്ചു. രാജാവ് ഇനിയും പള്ളിക്കുറിപ്പ് ഉണർന്നിട്ടില്ലല്ലോ, എന്താണ് കാരണം എന്ന് ചിന്തിച്ചുകൊണ്ട് മന്ത്രിയായ സുമന്ത്രർ വേഗം അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. രാജീവ മിത്രഗോത്രോത്ഭവ ഉത്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. അപ്പോൾ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ച സുമന്ത്രർ സൂര്യവംശജനായ അല്ലയോ രാജാവേ, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ അവിടുന്ന് ജയിച്ചാലും എന്ന് സ്തുതിച്ച് രാജാവിനെ നമസ്കരിച്ചിട്ട് വന്ദിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദുഃഖത്തോടെ കണ്ണുനീരൊക്കെ വാർത്തുകൊണ്ട് തറയിൽ കിടക്കുന്ന രാജാവിനെ വളരെ വിഷമത്തോടു കൂടിയാണ് സുമന്ത്രർ കാണുന്നത്. അങ്ങനെ കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ
കൈകേയിയോട് ചോദിക്കുകയാണ്, ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ദേവനാരിക്ക് തുല്യം രാജാവിന് പ്രിയമായ അല്ലയോ കൈകേയി ദേവി, ജയിച്ചാലും. ഭൂലോകപാലകൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ, ചൊല്ലുക എന്നോട് എന്നത് കേട്ട് കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. രാജാവ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടാണ് കൈകേയിയോട് വളരെ സംഭ്രമത്തോടു കൂടിയാണ് സുമന്ത്രർ ചോദിക്കുന്നത്, രാജവല്ലഭേ എന്നോട് പറയുക, രാജാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭാവം മാറാൻ കാരണം എന്നോട് പറയുക മഹാരാജവല്ലഭേ എന്ന് പറഞ്ഞപ്പോൾ കൈകേയി പെട്ടെന്ന് തന്നെ സുമന്ത്രരോട് ഇങ്ങനെ പറയുകയാണ്, ധാത്രീപതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞത് തന്നെ ചിത്തത്തിൽ അസ്വതന്ത്രത്വം ഭവിക്കയാൽ. കൈകേയി ഇപ്രകാരം പറയുകയാണ്, ഇന്നലെ രാത്രി രാജാവ് ഉറങ്ങിയിട്ടില്ല, മനസ്സിന് വളരെ അസ്വസ്ഥതയുണ്ട്. തുടർന്ന് രാമരാമേതി രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉദ്വൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തം ആകുലനായതുമന്നവൻ. രാജാവിൻ്റെ ആകുലതയ്ക്ക് കാരണം പറയുകയാണ്, ഇന്നലെ രാജാവ് ഉറങ്ങിയിട്ടില്ല, രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് രാമനെ തന്നെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ട് രാത്രി അങ്ങനെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജാവിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് പറയുകയാണ്. രാമനെ കാണാഞ്ഞ് ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. രാമനെ കാണാത്തത് കൊണ്ടാണ് രാജാവിന് ദുഃഖമുണ്ടായത്, അതുകൊണ്ട് ഉടൻ ചെന്ന് രാമനെ വരുത്തുക എന്നത് കേട്ട് സുമന്ത്രരും ചൊല്ലിനാൽ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ. ഞാൻ ഉടനെ തന്നെ രാമനെ കൊണ്ടുവരാമല്ലോ, പക്ഷെ രാജാവ് പറയാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? രാജാവ് കൽപ്പിക്കണമല്ലോ പോകാനായിട്ട്, അത് ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്നത് കേട്ട് ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ, സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ട് സുമന്ത്രർ ഉഴറിപ്പോയി ചെന്ന് കൗസല്യ സുതനോട് ചൊല്ലിനാൻ. ഇപ്പോൾ രാജാവ് പറയാതെ ഞാനെങ്ങനെയാണ്, രാജാവ് കൽപ്പിക്കാതെ ഞാനെങ്ങനെയാണ് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, നീ വേഗം ചെന്ന് രാമനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു. എൻ്റെ സുന്ദരനായ എൻ്റെ മകൻ്റെ ആ നല്ല മുഖം എനിക്കൊന്ന് കാണണം, എൻ്റെ രാമൻ്റെ മുഖം എനിക്ക് കാണണം, നീ പോയി രാമനെ വേഗം കൂട്ടിക്കൊണ്ട് വരിക എന്ന് രാജാവ് പറയുകയുണ്ടായി. ഉടൻ തന്നെ സുമന്ത്രർ തിടുക്കത്തിൽ രാമൻ്റെ സമീപത്തേക്ക് പോവുകയും അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചെന്ന് പറയുകയും ചെയ്യുകയാണ്. എന്നത് കേട്ട് സുമന്ത്രർ ഉഴറിപ്പോയി ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിനാൻ, താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രി പ്രവരവാക്യം കേട്ട് രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവിടും മന്ദിരേ ചെന്ന് പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. നോക്കൂ, അപ്പോൾ രാമൻ സുമന്ത്രരുടെ വാക്കുകൾ കേട്ടു, അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്, വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോകണം എന്നത് കേട്ടപ്പോൾ സുമന്ത്രരുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ശ്രീരാമൻ വളരെ വേഗം തന്നെ ലക്ഷ്മണനോടുകൂടി തേരിലൊക്കെ കരേറി സ്നേഹമഹിയായ ആ പിതാവ് പാർക്കുന്ന ആ മന്ദിരത്തിലേക്ക്, കൗസല്യ മന്ദിരത്തിലേക്ക് വേഗം പോവുകയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയുമാണ് ചെയ്യുന്നത്. രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാൻ ഭൂമീപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ ഞെട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ട് വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത് ആശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. അപ്പോൾ രാമൻ തൻ്റെ പിതാവ് എവിടെയാണോ വസിക്കുന്നത് ആ മന്ദിരത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു. രാമനെ കണ്ട ഉടനെ തന്നെ രാജാവ് ആലിംഗനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംഭ്രമത്തോടെ എഴുന്നേറ്റ് ദശരഥൻ കൈകളങ്ങോട്ട് നീട്ടുകയാണ് തൻ്റെ മകനെ പുണരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹം ബോധം കെട്ട് ഭൂമിയിൽ വീണുപോയി. രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീണത്. ആ നിലത്ത് വീണു കിടക്കുന്ന തൻ്റെ പിതാവിനെ രാമൻ എടുത്ത് ആലിംഗനം ചെയ്ത് മടിയിൽ അങ്ങോട്ട് കിടത്തി സമാശ്വസിപ്പിക്കുന്ന ഭാഗമാണ്. നാരീജനങ്ങളതു കണ്ട് അനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാൻ. അപ്പം ഇത് കണ്ടിട്ട് രാജാവ് ബോധരഹിതനായി വീണു കിടക്കുന്നത് കണ്ടിട്ട് സ്ത്രീകൾ വളരെ സങ്കടത്തോടുകൂടി കരച്ചു തുടങ്ങി. രോദനം കേട്ട് വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിത് സത്വരം. ഈ സ്ത്രീജനങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് വസിഷ്ഠ മഹർഷി വളരെ വേഗം അവിടെ എത്തിച്ചേരുകയുണ്ടായി. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണം എന്തോന്നും താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെ എന്നത് നേരം പറഞ്ഞത് കേകൈപുത്രിയും. അപ്പോൾ ശ്രീരാമൻ ഇവരെല്ലാവരും കൂടെ കരയുന്ന കേട്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് കാരണം, താതൻ്റെ ദുഃഖത്തിന് എന്താണ് കാരണമെന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് കേകയപുത്രിയായ കൈകേയി പറയുകയാണ്, കാരണം താതദുഃഖത്തിന് നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. അപ്പോൾ പറയാണ്, നീ തന്നെയാണ് നിന്റെ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം. ഈ ഭൂമിയിൽ സുഖം ദുഃഖം മൂലമല്ലോ നൃണാം. മനുഷ്യർക്ക് സുഖം എപ്രകാരമാണ് ഉണ്ടാകുന്നത്? അച്ഛന് സങ്കടമുണ്ടാകാനായിട്ട് നീയാണ് കാരണമെന്ന് പറഞ്ഞു പിതാവിൻ്റെ ദുഃഖത്തിന് കാരണമാണ്. മനുഷ്യർക്ക് ഭൂമിയിൽ സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന് കാരണമാകുന്നതാണ് എന്നാണ് പറയുന്നത്. ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതന് ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഇനി നീ മനസ്സ് വെച്ചാലേ അച്ഛന് ദുഃഖം പൊറുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ ദുഃഖം മാറണമെങ്കിൽ നീ എന്ന് മനസ്സ് വെക്കണമെന്ന് പറയുന്നു. ഭർത്തൃ ദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്താഹിതം നൃപതീന്ദ്രന് നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. കാര്യം പറയുകയാണ്, ഇനി നീ മനസ്സ് വെക്കുകയാണെങ്കിലാണ് അച്ഛന് ദുഃഖനിവൃത്തി ഉണ്ടാകുക. അതുകൊണ്ട് അതായത് ഇവിടെ തൻ്റെ ഭർത്താവിൻ്റെ ദുഃഖം ശമിപ്പിക്കുന്നതിന്, ഭർത്താവെന്ന് ഉദ്ദേശിച്ചത് ദശരഥൻ്റെ ദുഃഖം ശമിപ്പിക്കുന്നതിന് നീ ചിലതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പറയുന്നു, സത്യവാദികളിൽ പ്രമുഖനാണ് ദശരഥൻ. അപ്പോൾ സത്യവാദികളിൽ പ്രമുഖനായ നിൻ്റെ പിതാവിൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനായിട്ട് നീ സഹായിക്കണം. അദ്ദേഹത്തിന് അത് ഹിതകരമായിരിക്കും, ഇഷ്ടകരമായിരിക്കും. അത് നീ തീർച്ചയായിട്ടും ചെയ്യണം. മൂത്ത പുത്രനാണല്ലോ നീ, ജ്യേഷ്ഠപുത്രനാണല്ലോ നീ, അതുകൊണ്ട് നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് കൈകേയി പറയുന്നു, 2 വരം മമ ദത്തമായിട്ടുണ്ട് കണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരണമെന്ന് അർത്ഥിക്കുകയും ചെയ്തേൻ. കാര്യം പറയുകയാണ്, നിന്റെ പിതാവ് പണ്ട് എനിക്ക് 2 വരം തന്നിട്ടുണ്ടായിരുന്നു. ആ വരം നീ സഹായിച്ചാൽ മാത്രമാണ് എനിക്കിപ്പോൾ ലഭിക്കുക. ആ വരങ്ങൾ ഇന്ന് നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയുകയാണ്. അപ്പോൾ നിന്നാണേ സാധ്യമായുള്ളത് രണ്ടും ഇന്ന് തരണമെന്ന് അർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. അത് നിന്നോട് പറയാനായിട്ടുള്ള നാണം കൊണ്ടായിട്ടാണ് ദുഃഖിതനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. സത്യപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സത്യവ്രതനായ പിതാവിനെ ഉടനെ നീ രക്ഷിക്കണം. നീയാണതിന് യോഗ്യൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവൻ എന്നറിക നീ. പിന്നീട് കൈകേയി പറയുകയാണ്, ഞാൻ ചോദിച്ച 2 വരങ്ങൾ തരണമെനിക്ക്. അത് ഞാൻ ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിന്നോട് പറയാനുള്ള ലജ്ജ കൊണ്ടാണ്, ഖേദം കൊണ്ടാണ്. നിന്റെ പിതാവിന് ഇപ്രകാരമുള്ള ഒരു ദുര്യോഗം ഉണ്ടായിരിക്കുന്നത്. സത്യമെന്നത് ഒരു കയറാണ്. ആ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പിതാവിനെ നീ രക്ഷിക്കണം. പിന്നെ പൊന്നാമമെന്ന് എന്ന് പേരുള്ള നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രന്മാർ, രക്ഷിക്കുന്നവനാണ്. അതായത് ആ നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ആരാണോ രക്ഷിതാക്കളെ
പിതാവിനെ രക്ഷിക്കുന്നത് അവനാണ് പുത്രൻ. അപ്പോൾ അങ്ങനെയാണ് ബ്രഹ്മാവ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നറിയുക നീ. വീണ്ടും കൈകേയി പറയുകയാണ്, മാതൃവചന കൈകേയി ഇപ്രകാരം പറഞ്ഞപ്പോൾ, മാതൃവചന ശൂലാഭിഹതനായ മേദിനീ ബാലകുമാരനാൻ രാമനും എത്രയുമേറ്റം വിധിതനായി ചൊല്ലിനാൻ. അപ്പോൾ ഇത് മാതൃവചനം, അമ്മയുടെ വചനങ്ങൾ, കൈകേയി അമ്മയുടെ ഈ വാക്കുകളാകുന്ന ശൂലം തറച്ച് ചെവിയിൽ വാക്കുകളാകുന്ന ശൂലം തൻ്റെ ചെവിയിലേക്ക് കുത്തി ഇറക്കുന്നതായിട്ടാണ് ശ്രീരാമൻ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ ദുഃഖിതനായിട്ട് ആ രാമൻ പറയുകയാണ്, ഇത്രയുമേറ്റം വിധിതനായി വളരെ ദുഃഖത്തോടുകൂടി പറയുകയാണ്, ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം, മാനസേ ഖേദം അതിനില്ലേതും അതിനില്ലെനിക്കേതും. അപ്പോൾ ഇവിടെ ഒരു പുത്രൻ ആരാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമ്മയോട്, കൈകേയി അമ്മയോട് രാമൻ പറയുകയാണ്, ഇത്രയെല്ലാം പറയണമോ അമ്മേ, ഇത്രയൊക്കെ പറയണോ? അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനെ തന്നെ ഉപേക്ഷിക്കുമല്ലോ, അമ്മയെ ഉപേക്ഷിക്കും, സീതയെ ഉപേക്ഷിക്കും, ഒരു സംശയം കൂടാതെ ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എനിക്കതുകൊണ്ട് യാതൊരു ദുഃഖവുമില്ല. ഒരു മകൻ എങ്ങനെയായിരിക്കണം, അച്ഛൻ്റെ വാക്കുകൾ എങ്ങനെയാണ് വേദവാക്യം പോലെ ഏറ്റെടുത്തുകൊണ്ട് അത് പാലിക്കാനായിട്ട് ഒരു പുത്രൻ തയ്യാറാകണം എന്നുള്ള കാര്യമാണ് രാമായണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് പറയുന്നു, രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ എന്നാലെന്നറിയുക നീ മാതാവേ. പറയുകയാണ്, അച്ഛൻ ആജ്ഞാപിച്ചാൽ ഈ രാജ്യം തന്നെ ഞാൻ ഉപേക്ഷിച്ചു പോകുമല്ലോ. പിന്നെയും പറയുന്നു, ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നും ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പാനറിയുക നീ. ഇനി ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ആ സമയം തന്നെ ഞാനത് ചെയ്യും. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണം എന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റിൽ എനിക്കെന്നറിയുക നീ. രാമൻ പറയുന്നു, അച്ഛൻ നിയോഗിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇനി അഗ്നിയിൽ ചാടണോ, ഞാൻ വിഷം കുടിക്കണോ, യാതൊരു സംശയമില്ലാതെ ഞാനത് ചെയ്യുന്നതാണ്. താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യം അനാജ്ഞാപ്തമെങ്കിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്ര നിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാല് കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ. പിത്രോർ മലമെന്നു ചൊല്ലുന്നു സജ്ജനം, ഇത്തമെല്ലാം പരിജ്ഞാനം മയാധുന. കണ്ടോ, രാമൻ പറയുന്ന രാമൻ്റെ ഓരോ വാക്കുകളും ശരിക്കും നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ടതാണ്. പിതാവ് അച്ഛൻ്റെ ഹിതമറിഞ്ഞ് എന്താ ചെയ്യുന്ന പുത്രനാണ് ഉത്തമ പുത്രൻ എന്ന് പറയുകയാണ്. അച്ഛൻ്റെ ഹിതമറിഞ്ഞ് പറയാതെ തന്നെ അത് സന്തോഷം ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ. ഇനി പിതാവ് പറഞ്ഞിട്ട് ചെയ്യുന്ന പുത്രനാണെങ്കിലോ മധ്യമപുത്രനാണ്. ഇനി പറഞ്ഞാലും അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവനാണ് മാതാപിതാക്കളുടെ മലം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഒരു ഉപയോഗവുമില്ലാത്ത പുത്രനാണ് എന്ന് സംശയം എന്ന് പറയുന്ന നിസ്സംശയം പറയുന്നതാണ്, സജ്ജനങ്ങൾ പറയുന്നതാണിത്. ഇതെല്ലാം എനിക്കറിയാമല്ലോ. യുദ്ധമെല്ലാം പരിജ്ഞാനം മയാധുന, എനിക്കിതത്രയും കാര്യങ്ങൾ അറിയാം. ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ നിർദ്ദേശം അനുഷ്ഠിക്കാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല, വിഷമവുമില്ല. ഞാനിതാ ഉടൻ തന്നെ അത് നിയോഗിച്ചേക്കാം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം അറിയിച്ചു രണ്ടായി വരാ. ഞാൻ അച്ഛൻ എന്താണോ പറയുന്നത് അത് അനുസരിച്ച് ചെയ്യാൻ നിയുക്തനാണ്. അങ്ങനത്തെ പുത്രനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ സത്യം ചെയ്യുകയാണ്. ഞാനിതാ സത്യം ചെയ്യുന്നു. ഞാൻ പറയുന്ന സത്യം ഒരിക്കലും രണ്ടായി വരികയില്ല. എൻ്റെ സത്യത്തിന് ഒരിക്കൽ ഒരർത്ഥം മാത്രമേ ഉള്ളൂ, മറ്റൊരവസരത്തിൽ മറിച്ചൊരർത്ഥവും ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നയാളാണ് എന്ന് പറയുകയാണ് രാമൻ. രാമപ്രതിജ്ഞ കേട്ട ഒരു കൈകേയിയും രാമനോട് ആശു ചൊല്ലിയിടിനാൾ ആദരാൽ. രാമൻ സത്യമിട്ട് കഴിഞ്ഞപ്പോൾ കൈകേയിക്ക് സമാധാനമായി, വളരെ സന്തോഷമായി. ഉടനെ തന്നെ പറയുകയാണ്, താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ച ഒരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം
പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു, നീ 14 സംവത്സരം കാലനെ താപസവേഷേണ വാഴുകയും വേണം. എന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ, ഇന്നത് ദുഃഖമാകുന്നതും. കാര്യം എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. രാമൻ്റെ സത്യപ്രതിജ്ഞ കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ കൈകേയി ഇപ്രകാരം പറയുകയാണ്, നിന്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടിയിട്ട് പിതാവ് സംഭരിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും കൊണ്ട് ഭരതന് രാജ്യാഭിഷേകം നടത്തണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, രാമന് വേണ്ടിയിട്ടുള്ള അഭിഷേകത്തിന് എല്ലാ വസ്തുക്കളും തയ്യാറാക്കി നേരം വെളുക്കാൻ പ്രഭാതമാകാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട്, അഭിഷേക വസ്തുക്കളും കൊണ്ട് ഭരതന് അഭിഷേകം നടത്തണം, ഒന്നാമത്തെ വരം. ഇനി രണ്ടാമത്തെ വരം എന്താണ്? നീ താപസവേഷമൊക്കെ ധരിച്ച് 14 കൊല്ലം കാട്ടിൽ കഴിയണം. നിന്നോട് ഇക്കാര്യം പറയാനായിട്ട് അച്ഛന് മടിയുണ്ട്, അതാണ് രാജാവിൻ്റെ ദുഃഖത്തിന് കാരണം. ഉത്തരം കിട്ടി. രാജാവ് എന്തുകൊണ്ടാണ് ദുഃഖിച്ച് കിടക്കുന്നത് എന്ന്, അച്ഛൻ എന്തുകൊണ്ടാണ്, പിതാവ് എന്തുകൊണ്ടാണ് ദുഃഖിച്ച് കിടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ രാമന് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. എന്നത് കേട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ശ്രീരാമചന്ദ്രപ്രഭു പറയുകയാണ്, ഇന്നതിന് എന്തൊരു വൈഷമ്യമായതോ, ചെയ്ക അഭിഷേകം ഭരതനു, ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ച് ദുഃഖിപ്പതിനെന്ത് കാരണം. നോക്കൂ, എത്ര വലിയൊരു കാര്യമാണ്. രാജ്യാഭിഷേകം നടക്കാൻ പോവുകയാണ്, തൻ്റെ രാജ്യം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും യാതൊന്നും മുഖത്തൊരു ഭാവഭേദവും കൂടാതെ അതിനെ വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്ന ആ രഘുനന്ദനെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമ്മുടെ സമാജത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ പുതുതലമുറയ്ക്ക് ഇതൊരു പാഠമാകണം. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഈ ഒരു രാജ്യാഭിഷേകം, അതുപോലെ തന്നെ വിച്ഛിന്നാഭിഷേകവും അദ്ദേഹത്തിൻ്റെ ആ നിലപാടും ഒക്കെ നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, അത് എന്തുകൊണ്ടാണ് അച്ഛൻ എന്നോട് പറയാത്തത്? അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മടി എന്നോട് പറയാത്തത്? രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത് എന്നോട്? രാജ്യം ഭരിക്കാൻ ഭരതം മതി, രാജ്യം ഉപേക്ഷിക്കാൻ ഞാനും മതി. അതിന് എന്താണ് വിഷമം? ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിനേറ്റം എഴുതല്ലോ. രാജ്യഭരണം എന്നത് വളരെ പ്രയാസകരമാണ്. മുൾക്കിരീടം എടുത്ത് തലയിൽ വയ്ക്കുന്നത് പോലെയും ശൂലം തറച്ച പീഠത്തിലിരിക്കുന്നത് പോലെയുമാണ് ഈ രാജഭരണം. ഇനി ദണ്ഡകവനത്തിലെ താമസം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാട്ടിലൂടെ പോകുക മാത്രമല്ലേ വേണ്ടൂ, മറ്റാരെയും ശ്രദ്ധിക്കാണ്ട് നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി അല്ലേ, അത്രേ കാര്യമുള്ളൂ. അപ്പോൾ അത് വളരെ എളുപ്പമാണല്ലോ എന്നാണ് വളരെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. സ്നേഹം എന്നെക്കുറിച്ചേറും അമ്മയ്ക്ക് ആ ദേഹം മാത്രം ഭരിക്കുന്ന വിധിക്കയാൽ, ഞാൻ എൻ്റെ ശരീരം മാത്രം ഭരിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞത് എന്നോടുള്ള സ്നേഹം നിമിത്തമാണ്. നോക്കൂ, ആ പുത്രൻ്റെ അമ്മയോടുള്ള അമ്മ എത്രമാത്രം തീക്ഷ്ണമായ വാക്കുകൾ പറഞ്ഞെങ്കിൽ കൂടിയും അമ്മയോട് എത്ര സ്നേഹത്തിലാണ്, ഒരു ദേഷ്യവുമില്ലാതെ ശ്രീരാമൻ പറയുന്നു. നമ്മളാണെങ്കിലോ നമുക്ക് ദേഷ്യം വരുമല്ലേ, വല്ലാത്ത ദേഷ്യം വരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ സംയമനത്തോടുകൂടി ആ ഒരു സന്ദർഭത്തെ നേരിടുന്ന ശ്രീരാമചന്ദ്രനെ നാം കണ്ടുപഠിക്കണം. അപ്പോൾ എന്നോടുള്ള ആ സ്നേഹം കൊണ്ടാണ് അമ്മ എൻ്റെ ശരീരം മാത്രം ഭരിച്ചാൽ മതിയല്ലോ, രാജ്യം ഭരിക്കേണ്ട ആവശ്യമില്ല, അത് എളുപ്പമുള്ള കാര്യമാണല്ലോ. ഇനി ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരാൽ പിതൃപ്രസാദത്തിനാൽ, ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ കാര്യങ്ങൾ കൂടെ പറയുന്നതാണ്. പൂർവികരായ ഭഗീരഥൻ ആകാശഗംഗയെ പാതാള ലോകത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നിട്ട് പിതൃക്കളെയൊക്കെ തൃപ്തരാക്കുകയുണ്ടായി. അപ്പോൾ തൻ്റെ യൗവനം പിതാവിന് നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ ജരാനര പകരം വാങ്ങിയിട്ട് പൂരു എന്ന രാജാവ് പിതാവിനെ തൃപ്തിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇവരെല്ലാം പിതൃക്കളുടെ പ്രസാദം കൊണ്ട് ദിവ്യന്മാരായിട്ടുള്ളവരാണ്. അതിനാൽ ഇത്രയുള്ളൊരു നിസ്സാരമായ കാര്യം ചിന്തിച്ചുകൊണ്ട് എൻ്റെ പിതാവ് എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗീരഥൻ്റെയും അതുപോലെ തന്നെ പൂരുവിൻ്റെയും ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത ആ പുണ്യപ്രവൃത്തികൾ ഇവിടെ എടുത്തു പറയുകയാണ് ശ്രീരാമചന്ദ്രൻ. ഭഗീരഥൻ തൻ്റെ ആകാശഗംഗ തപസ്സിലൂടെ ആകാശഗംഗയെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തിലൂടെ പാതാള ലോകത്തിലേക്ക് എത്തിച്ച രാജാവാണ്. ഇവരുടെ ശ്രീരാമചന്ദ്രൻ്റെ പൂർവികനാണ്.
അതുപോലെ തന്നെ പിന്നെ യയാതി ശുക്രൻ്റെ ശാപം നിമിത്തം തനിക്കുണ്ടായ ജരാമര ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ ഒരാളായ പൂരു തൻ്റെ യൗവനം തനിക്ക് നൽകുകയും കുറച്ചു കാലത്തേക്ക് കൊടുത്ത് പിതാവിൻ്റെ വാർദ്ധക്യം തിരിച്ചു വാങ്ങി. അദ്ദേഹമാണ് ഭൂരുവംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള പൂരു. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാന്മാരുടെയൊക്കെ പുണ്യം നിറഞ്ഞ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ആ പ്രവർത്തനങ്ങൾ എനിക്കൊരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് പറയുകയാണ്. അങ്ങനെ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മൽപിത ദുഃഖിപ്പതിനുള്ള അവകാശം. അല്ല, നിസ്സാരമായിട്ട് ഈ ഒരു കാര്യം ചിന്തിച്ച് എൻ്റെ പിതാവ് എന്തിനാണ് പ്രകാരം ദുഃഖിതനായിത്തീരുന്നത്? രാഘവ വാക്യമേവം കേട്ട് ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് ദശരഥന് വളരെയധികം ദുഃഖമുണ്ടായി. ഇങ്ങനെ പറയുകയാണ്: ശ്രീജിതനായതി കാമുകനായൊരു രാജാ ആകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ച് രാജ്യം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനേതു മകപ്പെടാം. ദശരഥൻ ശ്രീരാമനോട് പറയുകയാണ്, നിന്റെ പിതാവ് ശ്രീജിതനും കാമാസക്തനും രാജാധമനും ഒക്കെയാണ്. അങ്ങനെയുള്ള എന്നെ കയറുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് നീ രാജ്യമൊക്കെ കൈവശപ്പെടുത്തിക്കൊള്ളുക. അതുകൊണ്ട് നിനക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല. ഞാനിങ്ങനെ മഹാപാപിയായിപ്പോയല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയായി തീർന്നത്. പാപിയായ എന്നെ ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിനക്ക് പാപം ഉണ്ടാകില്ല പുത്ര എന്ന് പറയുകയാണ്. അങ്ങനെ അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിന. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലയോ രാമ, ലോകനാഥ, ജീവനായക തുടർന്ന് കരയുകയാണ്. തൻ്റെ പുത്രനെ പിരിയുന്നതിലുള്ള ആ ദുഃഖം കൊണ്ട്. ഹാ രാമ, ഹാ ജഗന്നാഥ, ഹാ രാമ, ഹാ രാമ, ഹാ മമ പ്രാണവല്ലഭ, നിന്നെ പിരിഞ്ഞ് പൊറുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞ് നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, നീ എന്നെ പിരിഞ്ഞ് എങ്ങനെയാണ് ജീവിക്കുക? മകനെ, നിന്നെ പിരിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? നീ കൊടുങ്കാട്ടിൽ എങ്ങനെയാണ് പോകുക എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീര് വാർക്കുകയാണ് ദശരഥൻ. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണുനീരാലോല വാർത്ത് കരകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നെ കൈകളാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ദുഃഖിതനായിട്ട് അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ്. ഇങ്ങനെ പലതും പറഞ്ഞ് കണ്ണീരൊഴുക്കി രാമനെ ആലിംഗനം ചെയ്ത് ദുഃഖിതനായിരിക്കുന്ന ആ പിതാവിൻ്റെ മുഖത്ത് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് തൻ്റെ കൈകൾ കൊണ്ട് മുഖമൊക്കെ തുടച്ച് ആശ്വസിപ്പിച്ച് വാക്കുകളാൽ, തൻ്റെ മനോഹരമായ വാക്കുകളാൽ അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ദശരഥനെ സമാശ്വസിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.